വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വിവിധയിടങ്ങളിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പിതൃസ്മരണയിൽ പ്രാർത്ഥനയോടെ ജനലക്ഷങ്ങൾ കർക്കിടകവാവ് ആചരിച്ചു. പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലും പുഴയോരങ്ങളിലും തോടുകളിലുമൊക്കെ ഭക്തർ കർക്കിടകവാവിൻ്റെ ഭാഗമായി ബലിതർപ്പണം നടത്തി. കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകളുണ്ടായി. പുഴയോരത്ത് സൗകര്യമില്ലാത്തതിനാൽ സമീപത്തുള്ള സ്ഥലത്താണ് ചടങ്ങുകൾ നടത്തിയത്. ചടങ്ങുകൾക്ക് VS മുരളീധരൻ, ശിവശങ്കരൻ നായർ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശ്രീകുമാർ ശാന്തി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തെ തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണവും തിലഹോമവും ഉണ്ടായി. ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 10 ശനിയാഴ്ച സമ്പൂർണ്ണ രാമായണ പാരായണവും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടകവാവിന് തിരുവായോട് ശിവക്ഷേത്രം, പയ്യനടം ശിവക്ഷേത്രം, കോങ്ങാട് മമ്പുള്ളി ശ്രീകൃഷ്ണക്ഷേത്രം, കല്ലടിക്കോട് തുപ്പനാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകളുണ്ടായി. അലനല്ലൂർ ചളവ അഭയം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ആചാര്യൻ ഗോപാലകൃഷ്ണൻ കാർമ്മികനായി. 200ഓളം ആളുകൾ പങ്കെടുത്തു. വർഷങ്ങളായി ഇവിടെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്നും സെക്രട്ടറി തങ്കപ്പൻ നായർ അറിയിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജനാർദ്ദനൻ, ശശിധരൻ, ശ്രീധരൻ, കൃഷ്ണൻ, ശിവശങ്കരൻ, വാസുദേവൻ, അയ്യപ്പൻ നായർ, സത്യപാലൻ, വെളുത്ത എന്നിവർ നേതൃത്വം നൽകി. തൊട്ട് വന്നിരിക്കുക, തൊട്ട് നിറവിലിരിക്കുക. എല്ലാം പകുതി എടുക്കാം, എല്ലാം പകുതി എടുക്കാം. ആയി സങ്കല്പിക്കുക. ആ ദർഭയുടെ നടുക്ക് വെക്കുക. ഇപ്പൊ പരത്തി വെച്ച പീഠത്തിന്റെ നടുക്കിൽ വെക്കുക. മാതാമഹ മാതുപിതാമഹ പ്രപിത മഹാനാം. മാതുപിതാമഹ മാതൃ പ്രപിത മഹാനാം. മാതൃ പിതാമഹി മാതൃ പ്രപിത മഹീനാം ധ്യായാമി അസ്മിൻ ഊർജേ ഉഭയവംശ പിതൃണാം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. കൈയെടുക്കാം. നമ്മുടെ പിതൃക്കളെ ആവാഹിച്ച് ദർഭയുടെ നടുക്ക് എള്ളിൽ സങ്കല്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഇനി അവർക്ക് നമ്മൾ 3 പ്രാവശ്യം ജലം കൊടുക്കണം. ഓം നമോ നാരായണായ 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. ഒരു പുഷ്പം എടുത്തിട്ട് ആ പുഷ്പം കൊണ്ട് 3 പ്രാവശ്യം ചന്ദനം തളിക്കാം കേട്ടോ. ഓം നമോ നാരായണായ തളിച്ചാൽ മതി. ഓം നമോ 3 പൂവ് ആരാധിക്കണം. ഓരോ എതളായിട്ട് 3 പ്രാവശ്യം ഓം കേട്ടോ. പൂജ ചെയ്യാനുള്ള പദാർത്ഥങ്ങളും നമ്മുടെ ശരീരവും തെളിച്ച് ശുദ്ധി ചെയ്യും. ഏർക്കൾ പോലുള്ള സാധനം മുമ്പിലുള്ള ദർഭ അറിയാത്തവർക്ക് പറയാൻ കേട്ടോ. ആ ദർഭ പുല്ല് നമ്മുടെ പിതൃക്കളെ ആവാഹിച്ചിരുത്താനുള്ള പീഠമാണ്. അടിഭാഗമൊക്കെ ഒന്ന് കുത്തി ഒപ്പാക്കി ആ ഇലയുടെ പരിശുദ്ധമായ ഭാഗത്ത് പരത്തി വെക്കുക. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.